ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. എടക്കര പാലത്തിങ്കൽ കാരാടൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലയുടെ സമ്മേളനമാണ് ഈ വരുന്ന ഏപ്രിൽ 21 ചൊവ്വാഴ്ച എടക്കര കാരാടൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, ഒന്ന്, ഈ ടയർ മേഖലയെ ഒരു അവശ്യ സർവീസായി സർക്കാർ പരിഗണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും മഹാമാരിയായ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ വളരെ കൃത്യമായി അതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും നൽകിയ ഒരു സംഘമാണ് ടയർ വർക്കേഴ്സ്. ജീവിത വ്യവഹാരങ്ങൾക്കനുസൃതമായി തൊഴിൽ വേതനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ നിർമ്മിതിയിൽ തന്നെ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലക്ക് നമ്മൾ പുനർനിശ്ചയിച്ച ആ ഒരു വേതനം അത് നൽകുവാൻ വേണ്ടി പൊതുസമൂഹവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളും അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ട്രഷറർ അമാനുള്ള ഉള്ളണമാണ് അതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. പിന്നെ ജില്ലാ നേതൃത്വം കരുണം ചങ്കരംകുളം, അതുപോലെ തന്നെ മേഖലാ നേതൃത്വം അഫ്സൽ വണ്ടൂർ, കുഞ്ഞാൻ ചുങ്കത്തറ, ഇത്തരം രതീഷ് പാലാട്, ഇത്തരം ആളുകളും അതിൽ പങ്കാളികളാവും. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ അമാനുള്ള ഉള്ളടം മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 9:30 മുസ്ലിയാരങ്ങാടിയിൽ നിന്നും റാലിയായി പ്രതിനിധികൾ സമ്മേളന നഗരിയിലെത്തും. വൈകിട്ട് 4 വരെയാണ് സമ്മേളനം. ടയർ മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക, വൈദ്യുത ഉപയോഗത്തിന് നിരക്കിൽ ഇളവ് അനുവദിക്കുക, അപകട സാധ്യത ഏറെയുള്ള തൊഴിൽ മേഖലയായതിനാൽ സർക്കാർ ധനസഹായത്തിൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയും ഉൾപ്പെടുത്തുക, തൊഴിൽ വേതന നിരക്കുകൾ പുനർനിർണ്ണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാൻ ചുങ്കത്തറ, അഫ്സൽ നാലകത്ത്, രതീഷ് പാലാട്, പോൾ സൈമൺ മാമ്പോയിൽ, ബാബു മുണ്ടേരി, ജംഷീർ മമ്പാട് എന്നിവർ പങ്കെടുത്തു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.